ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഫേയിലൊക്കെ പോയിട്ട് കഴിക്കുന്ന വഫിൾ നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് തൊട്ടൊക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സൂപ്പർ ടേസ്റ്റാണ്. ഇത് കഴിച്ചവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതുപോലത്തെ വഫിൾ മേക്കർ വേണം. ഞാനിവിടെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കിട്ടിയാണ്. ഗ്രില്ല് ചെയ്യുന്നതുണ്ട്, പിന്നെ സാൻഡ്വിച്ചിനുണ്ടാക്കുന്നതും കൂടിയുണ്ട്. ഇത് മൂന്നും കൂടിയിട്ടാണ് എനിക്ക് കിട്ടിയത്. ആദ്യം നമുക്ക് പൊടികളെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കണം. അതിനായിട്ട് ഒരു വലിയൊരു ബൗളിൽ 1 കപ്പ് മൈദ, 2 നുള്ള് ഉപ്പ്, 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, പിന്നെ പൊടിച്ച പഞ്ചസാര 2 ടേബിൾ സ്പൂണ്. ഇതെല്ലാം കൂടി ഒന്ന് ചേർത്തിട്ട് ഒരു വിസ്കിനെ കൊണ്ടോ ഒരു സ്പൂണിനെ കൊണ്ടോ ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. പൊടികളെല്ലാം നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് മുട്ട ബീറ്റ് ചെയ്യണം. അതിനായിട്ട് 1 മുട്ട, 1/4 കപ്പ് കുക്കിംഗ് ഓയിൽ, 1/2 ടീസ്പൂണ് വനില എസൻസ്, പിന്നെ 1 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ, ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യണം. ഒന്നുകിൽ നിങ്ങൾക്ക് എഗ് ബീറ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വിസ്കിനെ കൊണ്ടോ അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാലും മതി. നല്ലോണം ഒന്ന് പതഞ്ഞ് വന്നതിന് ശേഷം ഈ കൂട്ട് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച പൊടികളില്ലേ അതിൽ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വിസ്കിനെ കൊണ്ട് ഇളക്കിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അഥവാ ഇത് കുറച്ച് ലൂസായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി മൈദ ആഡ് ചെയ്യാം. നല്ല ടൈറ്റ് ആണെങ്കിൽ കുറച്ച് റൂം ടെമ്പറേച്ചറുള്ള പാല് ചേർത്തിട്ട് ഒന്ന് ലൂസാക്കിയാൽ മതി. ഏകദേശം ഒരു കേക്കിൻ്റെ ബാറ്റർ പോലെ ഇരിക്കും ഇത്. ഇതേ അളവിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു 5 വഫിൾസ് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് 2 ബൗളിൽ, ഒരു ബൗളിൽ ഞാനിവിടെ ബ്ലൂബെറിയാണ് എടുത്തത്, പിന്നെ ഒരു ബൗളിൽ ഞാൻ ചോക്കോ ചിപ്സ് എടുത്തിട്ടുണ്ട്. ചോക്കോ ചിപ്സ് ഇല്ലെങ്കിൽ ചോക്ലേറ്റ് ചെറുതായിട്ട് മുറിച്ചത് എടുത്താലും മതി. ഇനി നമുക്ക് മിക്സാക്കിയെടുത്ത ബാറ്ററിൽ നിന്ന് പകുതി ഭാഗം ഒരു ബൗളിലും പകുതി ഭാഗം ഒരു ബൗളിലും ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കണം. നിങ്ങൾക്ക് ഈ ബ്ലൂബെറിക്ക് പകരം സ്ട്രോബെറി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ചോക്കോ ചിപ്സ് ചേർത്തതാണ്. ഇനി വഫിൾസ് മേക്കറിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ചൂടാക്കാൻ വെക്കാം. ലൈറ്റായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാകുന്ന രീതിയിൽ നേർമയായിട്ട് ഒഴിച്ചാൽ മതി. ഇത് വേവാകുന്ന സമയത്ത് കുറച്ച് നല്ല തടിയിലങ്ങ് വന്നോളൂ. ഏകദേശം ഈ അളവിൽ ഉണ്ടാക്കുന്നത് ഒരു 5-6 വഫിൾസ് ഉണ്ടാവും. പിന്നെ അടിച്ചു വെച്ചതിന് ശേഷം ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടും. നമ്മുടെ കുട്ടികളെ ടിഫിൻ ബോക്സിൽ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം കുട്ടികൾക്ക് സ്നാക്സിന് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്. ചോക്കോ ചിപ്സിൻ്റെത് സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക്. ഇത് ചൂടോടെ കഴിക്കണം. വേണമെങ്കിൽ ചോക്ലേറ്റ് സോസോ അല്ലെങ്കിൽ സ്ട്രോബെറി സോസ്, ഹണി ഒക്കെ ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഒഴിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വിശേഷമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അതുവരെക്കും ബൈ.